ഗാസയിൽ ഹമാസിന് വേണ്ടി നിരന്തരം കേരളത്തിലിരുന്ന് കരയുന്ന ഒരു വ്യക്തിയാണ് മീഡിയ വണ്ണിലെ ദാവൂദ്. അദ്ദേഹം കേരളത്തിൽ വർഗീയത കലർത്താനുള്ള വലിയ ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മീഡിയ വണ്ണിലൂടെ. ഇപ്പോൾ അതിനെതിരെ CPM രംഗത്ത് വന്നിട്ടുണ്ട്. CPM രംഗത്ത് വരിക മാത്രമല്ല, പ്രകടനം നടത്തി അദ്ദേഹത്തിൻ്റെ കൈവെട്ടുമെന്നാണ് ഒരു വെല്ലുവിളിയുമായാണ് രംഗത്ത് വരുന്നത്. അങ്ങനെ ഈ സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കം എവിടെ പോയി എത്തും? വളരെ രസകരമായിരിക്കും. ഈ CPMൻ്റെ വണ്ടൂർ ഏരിയ കമ്മിറ്റി, മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഏരിയ കമ്മിറ്റിയാണ് ഈ ദാവൂദിനെതിരെ കൊലവിളി മുദ്രാവാക്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഇതിനൊരു കാരണമുണ്ട്, ഇതിനൊരു പശ്ചാത്തലമുണ്ട്. അതെന്താണെന്നും കൂടെ പറയാം. നമുക്കറിയാം, ഈ മീഡിയ വണ്ണിലെ അടുപ്പുകൂട്ടി ചർച്ച വളരെ കാര്യമായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിലൊരു ചർച്ചയിൽ കഴിഞ്ഞ ദിവസം ഈ C. ദാവൂദ്, മീഡിയ വണ്ണിൻ്റെ അദ്ദേഹം എഡിറ്ററാണ്, ഇന്ന് മാനേജിങ് എഡിറ്ററാണെന്ന് തോന്നുന്നു, പോസ്റ്റ് കൃത്യമായിട്ട് എന്തായാലും എഡിറ്റോറിയലിൻ്റെ ഹെഡാണ് അദ്ദേഹം പറഞ്ഞത്, പിന്നെ പണ്ട് മലപ്പുറത്ത് CPMകാർ പറഞ്ഞു നടന്നിരുന്നത് ശബരിമലയ്ക്ക് പോകാൻ മാലയിടുന്ന ഭക്തരെ, വ്രതം നോക്കുന്നവരെ ഈ മുസ്ലിങ്ങൾ അവിടെ ആക്ഷേപിക്കുന്നു, അപമാനിക്കുന്നു, അവരെ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വ്യാജ പ്രചാരണം CPM നടത്തി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വ്യാജ പ്രചാരണം CPM നടത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് നിയമസഭയിൽ അന്ന് 1999 MLA ആയിരുന്ന N. കണ്ണൻ്റെ ഒരു സബ്മിഷൻ ആണ് ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. സത്യത്തിൽ ആ സബ്മിഷൻ ഞാനിപ്പോഴും എനിക്കത് അറിയാം, അത് ഞാൻ ഓർക്കുന്നത്, ഈ N. കണ്ണൻ NDF-നെതിരെയാണ് അത് പറഞ്ഞത്. നിയമസഭയിൽ ഒരു സബ്മിഷൻ കൊണ്ടുവന്നു. അവിടെ ഈ NDF പലതരത്തിൽ ഈ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ടിൻ്റെ പൂർവ്വരൂപമാണ്. അതിൻ്റെ യഥാർത്ഥ പേര് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്നാണ്. പക്ഷെ അവർ നാഷണൽ ഡിഫൻസ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാണ്, നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ട് എന്നൊക്കെ പല പേരുകൾ പറഞ്ഞാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 1993 അത് ആരംഭിക്കുന്നത്. 93 ശേഷം അത് ഏതാണ്ട് 2006 മറ്റോ ആണ് അത് പോപ്പുലർ ഫ്രണ്ടായി മാറുന്നത്. ഈ പല സംസ്ഥാനങ്ങളിലെ ഇതുപോലെയുള്ള മുസ്ലിം ഫ്രിഞ്ച് എലമെൻറ്റുകളുമായിട്ട് ചേർന്ന് ഒരു സംഘടനയായി ഇന്ത്യയിൽ അവർ മാറി, പോപ്പുലർ ഫ്രണ്ടായി മാറി. അവർക്കൊരു രാഷ്ട്രീയ മുഖമുണ്ടായി. അതിൻ്റെ പേര് SDPI എന്നാണ്. അപ്പോൾ അന്ന് 99 E. K. നായനാർ മന്ത്രിസഭയാണ് കേരളം ഭരിക്കുന്നത്. 96, 2001 ആ കാലത്ത്. 99 ഈ സബ്മിഷൻ കൊണ്ടുവന്നു. ഈ NDF-കാർ ഇങ്ങനെ അവിടെ പകല് ഹോട്ടലുകൾ തുറക്കുന്നില്ല, ഈ നോമ്പ് കാലത്ത് ഹോട്ടലുകൾ തുറക്കാൻ സമ്മതിക്കുന്നില്ല, അടപ്പിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ ശബരിമലയ്ക്ക് പോകാൻ മാലയിടുന്ന ഭക്തരെ പലതരത്തിൽ ഉപദ്രവിക്കുന്നുണ്ട്, പല ശല്യങ്ങളും ഉണ്ടാക്കുന്നു. അവരുടെ വ്രതം പിന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ വ്രതം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പല പ്രവർത്തനങ്ങളും നടത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഇത് NDF-നെതിരെയാണ് സബ്മിഷൻ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതിനെയാണ് അത് മുസ്ലിങ്ങൾക്കെതിരെ CPM MLA പണ്ട് ശബ്ദിച്ചിരുന്നു, പറഞ്ഞിരുന്നു എന്ന ആരോപണവുമായിട്ട് ഈ നമ്മുടെ മീഡിയ വണ്ണിൻ്റെ C. ദാവൂദ് രംഗത്ത് വന്നു. അപ്പോൾ ഇതിൽ പ്രകോപിതരായിട്ടാണ് ഈ മലപ്പുറത്ത് വണ്ടൂരിൽ വണ്ടൂർ CPMൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. വണ്ടൂരിൽ അവർ പ്രകടനം നടത്തിയത്. ആ പ്രകടനത്തിലാണ് ഇങ്ങനെ ഇല്ലാ കഥകൾ പറഞ്ഞു നടന്നാൽ കൈവെട്ടും എന്ന് ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചത്. ഇതാണ് സംഭവം. പക്ഷേ ഇപ്പോൾ നമുക്കൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, CPMനെ സംബന്ധിച്ച് അവർക്ക് വലിയ രീതിയിൽ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെട്ടു വരികയാണ്. അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോവുകയാണ്, ചോരുകയാണ് വോട്ടുകൾ. അതായത് നമുക്കറിയാം, CPMൻ്റെ എല്ലാ കാലത്തെയും ശക്തി എന്ന് പറയുന്നത് കേരളത്തിലെ ഈഴവ തീയ വോട്ടുകളാണ്. മലബാറിൽ അത് തീയ വോട്ടും തിരുക്കൊച്ചിയിൽ അത് ഈഴവ വോട്ടുകളുമാണ്. ഈ വോട്ടുകളിൽ വലിയ ചോർച്ച പല മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് കോവളം, നെയ്യാറ്റിൻകര മണ്ഡലങ്ങളിൽ ഈഴവരുടെ ശക്തമായ സാന്നിധ്യമുണ്ട്. ആ വോട്ടുകൾ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യിലേക്കാണ് പോയത്. കോൺഗ്രസ്സിന് ഇത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതുകൊണ്ട് വലിയ പരിക്കുണ്ടാവില്ല. കാരണം അവർക്ക് തീരദേശത്തുള്ള ലത്തീൻ കത്തോലിക്കരുടെ വോട്ടും കിട്ടും, അതുപോലെ നാടാർ ക്രിസ്ത്യൻ്റെ വോട്ടും കിട്ടും. അതിൽ ചോർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. നഷ്ടം അവിടെ LDF-നാണ്, അല്ലെങ്കിൽ CPM-നാണ്. എന്നാൽ CPM-ൻ്റെ ഈ ഈഴവ വോട്ട്, CPM-നുണ്ടായിരുന്ന ഈഴവ വോട്ട് ബാങ്ക് ആണ് BJP-യിലേക്ക് പോയി തുടങ്ങി. ഇത് നമ്മൾ തിരുവനന്തപുരത്ത് മാത്രമല്ല, കാട്ടാക്കടയിലുണ്ട്.
അതുപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ് തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഇത് വളരെ ശക്തമായിരുന്നു. അതുപോലെ ആലപ്പുഴയിലും നമ്മളിത് കണ്ടു. ആലപ്പുഴയിൽ കായംകുളം മണ്ഡലത്തിൽ ഇത് സംഭവിച്ചു. ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ ഇത് സംഭവിച്ചു. വലിയ തോതിൽ ഈ ഈഴവ വോട്ടുകൾ, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നു. ആലപ്പുഴയിൽ വളരെ വ്യക്തമായിരുന്നു സ്ത്രീ വോട്ടുകൾ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് ലഭിച്ചു. അതാണ് CPM അവിടെ ഈ കനത്ത തോൽവി ഏറ്റുവാങ്ങാൻ കാരണം. CPM കിട്ടേണ്ട വോട്ടുകൾ മുഴുവനും ശോഭാ സുരേന്ദ്രൻ പിടിച്ചുകൊണ്ടുപോയി. CPM വളരെ അടുത്തെത്തി അവർ എന്നുള്ളതാണ്. അതായത് 3ാം സ്ഥാനത്താണ് BJP എങ്കിലും 2ാം സ്ഥാനത്തുള്ള CPM വളരെ അടുത്തെത്തി. 2ാം സ്ഥാനത്തുള്ള CPM ഉം 1ാം സ്ഥാനത്ത് എത്തിയ വിജയിച്ച KC വേണുഗോപാലും തമ്മിൽ ഒരു അന്തരമുണ്ടായിരുന്നു. ഈ അന്തരത്തിന് കാരണം BJP പിടിച്ചെടുത്ത വോട്ടുകളാണ്. അത് ക്രമാനുഗതമായി നമുക്കറിയാം 2019 മുതൽ ഈ ആലപ്പുഴ മണ്ഡലത്തിലും ആറ്റിങ്ങൽ മണ്ഡലത്തിലും ഒക്കെ BJP ക്രമാനുഗതമായിട്ട് വോട്ട് വർദ്ധിപ്പിച്ചു വരികയാണ്. 2014 ആറ്റിങ്ങലിൽ 92,000 വോട്ടുണ്ടായിരുന്ന BJP 2019 2,48,000 വോട്ടാക്കി. 2024 അത് 3 ലക്ഷത്തിന് പുറത്തേക്ക് പോയി. അതുപോലെ ആലപ്പുഴയിൽ 35,000 മറ്റോ ആയിരുന്നു 2014 വോട്ട്. അത് 2019 ആയപ്പം 2 ലക്ഷത്തോളം വോട്ട് നേടി. ഇപ്പോഴിതാ 3 ലക്ഷം വോട്ട് അവർ ഏതാണ്ട് 2,99,000 വോട്ടെന്തോ നേടിയാണ് BJP അവിടെ 3ാം സ്ഥാനത്തെത്തിയത്. അപ്പോൾ ഇങ്ങനെ ഈ ക്രമാനുഗതമായിട്ട് BJP വളരുകയും ഈഴവ വോട്ടുകളിൽ ചോർച്ചയുണ്ടാകുകയും CPM പിന്നിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇത് CPM വല്ലാതെ ഭയപ്പെടുത്തുന്നു. അവരെ ഇപ്പോൾ കുറ്റപ്പെടുത്താനും കഴിയില്ല. നാം ആ ചർച്ച കാണുമ്പോൾ തന്നെ അറിയാം, ആ ചാനലിൻ്റെ അജണ്ടയിൽ തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. തീവ്ര വർഗീയതയിലേക്ക് പോവുക, ഈ ഹമാസിന് വേണ്ടി കരയുക. അന്ന് ഇസ്രയേലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒക്ടോബർ 7-ന് ആ ഒരു വലിയൊരു കൊലപാതക പരമ്പര അത് തട്ടിക്കൊണ്ടുപോയപ്പോൾ അത് കേരളത്തിലായിരുന്നു വലിയ ആഘോഷം. പ്രത്യേകിച്ച് ദാവൂദ് പറയുകയാണ് ഇതെന്താ ഒരു സ്വപ്ന ദിനമാണെന്നോ, വലിയ തിരിച്ചടിയാണെന്നോ. ആ രീതിയിൽ അതെല്ലാം ഈ മലബാർ മേഖലയിലെ സാധാരണക്കാരായ ന്യൂനപക്ഷത്തെ വലിയ രീതിയിൽ ബാധിക്കില്ലേ? തീർച്ചയായും അതെ, അവരെ വഴിതെറ്റിക്കുന്ന ഒരു പരിപാടിയല്ലേ. ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. ഇത് രണ്ടും ഈ CPM-ഉം ഈ മൗദൂദിസവും, അതായത് ജമാഅത്ത് ഇസ്ലാമിയും ഒരു നാണയത്തിൻ്റെ 2 വശം പോലെ നിന്ന് പ്രവർത്തിക്കുകയാണ്. ഒരു കൂട്ടർക്ക് ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കണം, മറ്റൊരു കൂട്ടർക്ക് ഈ വേട്ടകൾ ചൂണ്ടിക്കാട്ടി മുസ്ലിം വോട്ട് പരമാവധി സമാഹരിക്കണം. ഈ 2 പേരുടെ ഉദ്ദേശം വളരെ കൃത്യമാണ്. സമൂഹത്തിൽ ഒരു വലിയ സ്പർദ്ധയുണ്ടാക്കി ഒരു വിഭാഗീയത സൃഷ്ടിച്ച് ഹിന്ദു മുസ്ലിം വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കാനാണ് ഈ 2 പേര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവർക്ക് ഈ നാടിൻ്റെ പുരോഗതിയിലോ നന്മയിലോ ഇതിൻ്റെ ഭാവിയിലോ ഒന്നും യാതൊരു ആശങ്കയുമില്ല. ഈ കോടാനുകോടി ലക്ഷം കോടിയുടെ കടത്തിൽ പോകുന്ന കേരളത്തെ ഒരു വിധത്തിലും കരകയറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു നടപടികളിലേക്കും ഭരണകക്ഷിയായ CPM പോകുന്നില്ല. അവർക്ക് എങ്ങനെയെങ്കിലും തുടർഭരണം നേടണം. അതിന് വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും ചെയ്യും എന്നുള്ളൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പുറത്താണെങ്കിൽ എങ്ങനെയെങ്കിലും പരമാവധി മുസ്ലിം വോട്ടുകൾ സമാഹരിച്ച് നിയമസഭയിലേക്ക് തങ്ങളുടെ ആൾക്കാരെ എത്തിക്കണം. അതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അജണ്ട. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഈ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവർക്ക് ആരോടും മറ്റ് ഈ പറയുന്ന കേരളത്തിൻ്റെ പൊതുവായ വികാരങ്ങളോട് പൊതുവായ സമീപനങ്ങളോടൊന്നും ഇവർക്ക് യാതൊരു പ്രതിബദ്ധതയുമില്ല. കേരളം എന്ന സങ്കല്പമല്ല അവർക്ക്. എങ്ങനെയും തങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കാൻ ഭരണം പിടിക്കണം എന്നുള്ളതാണ്. ഇതാണിപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മീഡിയ വണ്ണിലൂടെ ദാവൂദ് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ സങ്കീർണവും നമ്മളെ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്നതുമാണ്. പൊതുസമൂഹത്തിന് വലിയ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ കണക്കിന് പോയാൽ നാളെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയതിനെ അവർ ന്യായീകരിക്കും. ഈ പറയുന്ന സകല തീവ്രവാദ പ്രവർത്തനങ്ങൾ അവരിപ്പോൾ തന്നെ ഈ ഹമാസ് നടത്തുന്ന ഭീകരപ്രവർത്തനത്തെ സ്വാതന്ത്ര്യ പോരാട്ടമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് നാളെ ഈ കാശ്മീരിലേക്ക് അത് പടരും. കാശ്മീരിൽ ഈ ഭീകരവാദികൾ ചെയ്യുന്നത് അവിടുത്തെ മറ്റ് അമുസ്ലിങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങളെ, കാശ്മീരി പണ്ഡിറ്റുകളോട് ചെയ്ത കാര്യങ്ങളൊക്കെ സ്വാതന്ത്ര്യ പോരാട്ടമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ തന്നെ അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ അവർ തുടങ്ങിയിട്ടുണ്ട്. ഭഗത് സിംഗ് ഒക്കെ ഒരു കാലത്ത് എങ്ങനെയായിരുന്നു? ബ്രിട്ടീഷുകാർ അവരെ തീവ്രവാദികളെന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവർ പിന്നെ സ്വാതന്ത്ര്യ സമര പോരാളികളായിട്ടാണ് നമ്മൾ വിശേഷിപ്പിച്ചത്. അതുപോലെ ഇവരെയും നാളെ നമ്മൾ വിശേഷിപ്പിക്കും എന്ന ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് വരികയാണ് മീഡിയ വണ്ണും ദാവൂദും ഒക്കെ. ഇത് കേരളത്തിൻ്റെ
ഒരു പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷിക്ക് വലിയ ഭീഷണിയാണ്, പൊതുസമൂഹത്തിന് തന്നെ വലിയ ഭീഷണിയാണ്. ഇതിനെ മുളയിലേ നുള്ളേണ്ടതാണ്. അതിന് അധികൃതർ കൃത്യമായ നടപടികൾ എടുക്കണം. അതിന് പകരം ഇതിനോട് മൃദു സമീപനം സ്വീകരിച്ചാൽ അതിന് കേരളം നാളെ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് തീർച്ചയാണ്.